നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഒരുപാട് പരിശ്രമിച്ചിട്ടും ഫലം കിട്ടാതെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലെ? ഒരുപക്ഷെ പണം വരാത്തതാകാം, മനഃശാന്തി ഇല്ലാത്തതാകാം, വീട്ടിലെ പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും പലരും നേരിടുന്നത്. ചില വീടുകളിൽ പണം വരുന്നുണ്ടാവും, പക്ഷെങ്കിൽ അതിൻ്റെ ഇരട്ടി ചിലവായിരിക്കും. ചില വീടുകളിൽ എത്രയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്വസ്ഥതയില്ലാത്ത സാഹചര്യമായിരിക്കും നിലനിൽക്കുന്നത്. ഇതിന്റെ കാരണം ചിലപ്പോൾ നമ്മൾ കാണാതെ പോകുന്ന ചെറിയ വാസ്തു തെറ്റുകളായിരിക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ വീട്ടിൽ ചെറിയ മാറ്റങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നല്ല മാറ്റങ്ങൾ കാണാൻ സഹായിക്കുന്ന 3 പ്രധാന വാസ്തു മാറ്റങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാസ്തുപരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന്റെ മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. ഞാൻ ഇന്നിവിടെ പറയുന്ന ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തെറ്റായ രീതിയിലാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു കാരണം അതുതന്നെയാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ വരുത്തേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ പ്രധാനപ്പെട്ട വാസ്തു കാര്യങ്ങൾ എന്നുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. വാസ്തു എന്നത് ഒരു വിശ്വാസം മാത്രമല്ല, ഇത് നമ്മുടെ വീട്ടിലെ എനർജി ഫ്ലോയെ ബാലൻസ് ചെയ്യുന്നതാണ്. പലർക്കും ഇത് അന്ധവിശ്വാസം എന്നുള്ള ഒരു തെറ്റായ ധാരണയാണുള്ളത്. എന്നാൽ വാസ്തു ഒരു ശാസ്ത്രമാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു വീട്ടിലുള്ള പല കാര്യങ്ങളിലും വാസ്തുവിൽ വരുത്തുന്ന മാറ്റങ്ങൾ കൊണ്ട് ആ വീട് നശിച്ചു പോകാൻ പോലും കാരണമാകുന്നുണ്ട്. വാസ്തുവിലുള്ള ആ ഒരു തെറ്റുകൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വാസ്തുപരമായിട്ടുള്ള തെറ്റുകൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് മാറ്റി കഴിയുമ്പോൾ തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ മാറ്റം കാണാനായിട്ട് കഴിയും. വീട്ടിലെ എനർജി ശരിയല്ലാത്ത രീതിയിൽ ഫ്ലോ ചെയ്യുന്ന സമയത്താണ് പണം തടസ്സപ്പെടുന്നത്, വീട്ടിലുള്ള ആളുകൾക്ക് രോഗങ്ങൾ കൂടുന്നത്, അൺനെസസറി ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ടാകുന്നത്. നമ്മൾ പലപ്പോഴും വലിയ പരിഹാരങ്ങളായിരിക്കും തേടിപ്പോകുന്നത്, പക്ഷെ ചെറിയ മാറ്റങ്ങൾ തന്നെയാണ് വലിയ ഫലം നൽകുന്നത് എന്നത് തിരിച്ചറിയാൻ സമയമെടുക്കാറുണ്ട്. ഏറ്റവും ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വീട്ടിലെ പ്രധാന വാതിലാണ്. ഇത് നിങ്ങളുടെ വീട്ടിലേക്കുള്ള എനർജിയുടെ എൻട്രി പോയിന്റ് ആണ്. നമുക്കറിയാം, ഒരു വീട്ടിലേക്ക് എല്ലാ തരത്തിലുള്ള എനർജിയും കടന്നു വരുന്നത് മെയിൻ ഡോർ വഴിയാണ്. നമ്മുടെ വീട്ടിലെ നമ്മുടെ വായിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്ന ഭക്ഷണമാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് അല്ലെ? അതുപോലെ തന്നെയാണ് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിന്റെ എല്ലാ കാര്യങ്ങളിലും അതിനെ ശരിയായ രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന ഒരു സ്ഥാനമാണ് പ്രധാന വാതിലിനുള്ളത്. ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രധാന വാതിലിന് മുന്നിലായിട്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സാധാരണയായിട്ട് ചെയ്യുന്ന തെറ്റുകളെ കുറിച്ചാണ്. ഒന്നാമതായിട്ട് വാതിലിന് മുന്നിൽ അഴുക്കുകൾ ഉണ്ടാവുന്നത്. രണ്ടാമതായിട്ട് ചെരുപ്പുകൾ പ്രധാന വാതിലിന് മുന്നിലായിട്ട് വയ്ക്കുന്നത്. ലൈറ്റ്, അതായത് വെളിച്ചമില്ലാത്തത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, പ്രധാന വാതിൽ എപ്പോഴും ക്ലീൻ ആക്കി വയ്ക്കണം. നമ്മുടെ വീട്ടിലെ എല്ലാ ഭാഗവും വൃത്തിയാക്കി ഇരുന്നിട്ടും വൃത്തിയായിട്ട് വെച്ചിട്ടും പ്രധാന വാതിൽ വൃത്തിയില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു തരത്തിലുള്ള മുന്നേറ്റവും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ചെറിയ ഒരു ദീപം അല്ലെങ്കിൽ ലൈറ്റ് എപ്പോഴും വാതിലിന് മുന്നിലായിട്ട് വയ്ക്കുക. പോസിറ്റീവ് സിമ്പൽ, അതായത് ഓം, സ്വസ്തിക് ചിഹ്നം, ഇവയൊക്കെയും നമുക്ക് പ്രധാന വാതിലിന്റെ മുന്നിൽ ഉപയോഗിക്കാം. ഇത് ചെയ്യുമ്പോൾ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി വരാൻ തുടങ്ങും. ഈ പറഞ്ഞ തെറ്റുകളിൽ ഏതെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റുക. അതിന്റെ മാറ്റം അങ്ങനെ നിങ്ങൾ അതിലൊരു മാറ്റം വരുത്തി കഴിയുമ്പോൾ അതിന്റെ ഫലം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. ഇനി രണ്ടാമതായിട്ട് അടുക്കളയാണ്. വാസ്തുപ്രകാരം അടുക്കളയാണ് വീട്ടിലെ എനർജി ജനറേറ്റർ എന്ന് പറയുന്നത്. അടുക്കളയിൽ പലരും ചെയ്യുന്ന തെറ്റുകൾ എന്ന് പറയുന്നത്, സ്റ്റൗ തെറ്റായ ഡയറക്ഷനിലേക്ക് വെക്കും, ക്ലട്ടർ ഉള്ള കിച്ചൺ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ കിച്ചണിൽ ബ്രോക്കൺ ഐറ്റംസ് ഉപയോഗിക്കുന്നത്. ശരിയായ രീതി എന്ന് പറയുന്നത് സ്റ്റൗ എപ്പോഴും ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് വയ്ക്കുക. നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്.
അതുപോലെ തന്നെ കിച്ചൺ എപ്പോഴും നീറ്റാക്കി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് പഴയതും പൊട്ടിയതുമായിട്ടുള്ള പാത്രങ്ങളായാലും വസ്തുക്കളായാലും കിച്ചണിൽ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കുക. പല ആളുകളും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കാണാൻ ഒരുപാട് ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ വാങ്ങിക്കും. ചെറിയ രീതിയിലുള്ള പൊട്ടുകളൊക്കെ വരുന്ന സമയത്ത് അത് കളയാൻ വീട്ടമ്മമാർക്ക് മടിയായിരിക്കും അല്ലെ. അപ്പൊ അത് അങ്ങനെ തന്നെ സൂക്ഷിച്ചു വയ്ക്കും. എന്നാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളത് തിരിച്ചറിയുക. ആ ഒരു പൊട്ടിയ പാത്രം നിങ്ങൾ സൂക്ഷിക്കുന്നത് വഴി നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന ആ ഒരു സമ്പാദ്യത്തെ അല്ലെങ്കിൽ ആ ഒരു നല്ല കാര്യത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ബ്രോക്കൺ ഐറ്റംസ് വീട്ടിൽ സൂക്ഷിക്കാനായിട്ട് പാടില്ല. ഈ കാര്യങ്ങളൊക്കെയും നിങ്ങളുടെ ഹെൽത്തിനെയും വെൽത്തിനെയും ഒരുപോലെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ബെഡ്റൂമാണ്. നമ്മൾ വിശ്രമിക്കുന്ന സ്ഥലമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള എനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബെഡ്റൂമിൽ സാധാരണയായിട്ട് പലരും ചെയ്യുന്ന തെറ്റുകൾ എന്ന് പറയുന്നത് മിററ് ബെഡിന് നേരെ നോക്കുന്ന രീതിയിൽ വയ്ക്കുന്നതാണ്. അതുപോലെ തന്നെ തല നോർത്ത് ഡയറക്ഷനിൽ വയ്ക്കുന്നത്. കൃത്യമായിട്ട് ചെയ്യേണ്ടത് തല എപ്പോഴും സൗത്ത് അല്ലെങ്കിൽ ഈസ്റ്റ് ഡയറക്ഷനിൽ വയ്ക്കുക. മിറർ അങ്ങനെ നിങ്ങൾ ബെഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് മിറർ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് വയ്ക്കാൻ സ്ഥാനമുള്ളൂ എങ്കിൽ മിറർ നിർബന്ധമായിട്ടും കവർ ചെയ്യുക. നൈറ്റ് ടൈമിൽ രാത്രി കിടന്ന് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ആ മിറർ കാണാത്ത രീതിയിൽ അതിനെ കവർ ചെയ്ത് വയ്ക്കുക. ഇത് മെന്റൽ പീസിനും നല്ല ഉറക്കത്തിനും സഹായിക്കും. ഈ 3 ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ എനർജി ഫ്ലോ ഇംപ്രൂവ് ചെയ്യും, പോസിറ്റിവിറ്റി കൂടും. ചിലർക്ക് ഉടനെ തന്നെ ആ ഒരു ഫലം ഫീല് ചെയ്യാം. ചിലർക്ക് 3 മുതൽ 7 ദിവസത്തിനുള്ളിൽ ചേഞ്ചസ് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. കേൾക്കുന്ന സമയത്ത് നമുക്കിത് വളരെ നിസ്സാരമായിട്ട് തോന്നും അല്ലെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ നെഗ്ലക്റ്റ് ചെയ്തു പോകുന്ന കാര്യങ്ങളായിരിക്കും. ഇപ്പം കിച്ചന്റെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പോസിറ്റീവ് എനർജി ഇല്ലായ്മ ചെയ്യുന്ന ഏറ്റവും മോശമായിട്ടുള്ള ഒരു ശീലം എന്ന് പറയുന്നത് രാത്രിയിൽ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ, എച്ചിൽ പാത്രങ്ങൾ സിങ്കിൽ അതുപോലെ ഇട്ട് വന്ന് കിടക്കുക. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എന്തായിരിക്കും ഒരു വീട്ടമ്മ കാണുന്നത്? ആ ഒരു സിങ്കിൽ എച്ചിൽ പാത്രങ്ങൾ നിൽക്കുന്നതാണ്. അവിടെ തീർന്നു ആ ഒരു വീട്ടിലുള്ള വാസ്തുപരമായിട്ടുള്ള ഒരു ഗുണത്തിന്റെ പവർ എന്ന് പറയുന്നത്. അതായത് രാവിലെ തന്നെ എഴുന്നേൽക്കുന്ന സമയത്ത് ഇതാണ് കാണുന്നത്. ഒരു വീട്ടമ്മയുടെ ദിവസം മുഴുവൻ അവിടെ തന്നെ സ്റ്റോപ്പായി. ആ വീട്ടിലുള്ള എല്ലാവരുടെയും ഹെൽത്തിനെയും വെൽത്തിനെയും അത് ബാധിക്കും. വീട്ടിലെപ്പോഴും പോസിറ്റീവ് എനർജി നിറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ നിസ്സാരമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന, വളരെ നിസ്സാരമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാകും. അത് ധനപരമായിട്ടുള്ള മാറ്റമാകാം, സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയാകാം, അതുപോലെ തന്നെ മനസ്സിന് ലഭിക്കുന്ന സമാധാനമാകാം, നല്ല ഉറക്കമാകാം, എല്ലാ തരത്തിലും ആ ഒരു വീട്ടിലുണ്ടാകുന്ന സന്തോഷമാകാം. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണല്ലേ. എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും വീട്ടിൽ സന്തോഷം നിലനിർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിൽ വരുന്ന ഘടകങ്ങളാണ് ഇതൊക്കെയും. വീട്ടിൽ പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീട്ടിൽ എല്ലാ തരത്തിലുള്ള പോസിറ്റീവ് കാര്യങ്ങളും സംഭവിക്കും. എന്നാൽ നേരെ മറിച്ച് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില തെറ്റായ കാര്യങ്ങൾ, വാസ്തുപരമായിട്ടുള്ള ചില തെറ്റുകൾ കാരണം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നല്ല വശങ്ങളും ഇല്ലാതായി പോവുകയാണ്. നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നു, നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നു, പക്ഷെ എന്നിരുന്നാലും നല്ലൊരു ജീവിതം മെനഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന തെറ്റുകൾ തന്നെയാണ് എന്നുള്ളത് നിങ്ങളും മനസ്സിലാക്കുക. വാസ്തുപരമായിട്ടുള്ള തെറ്റുകൾ നമ്മളെ പലപ്പോഴും രോഗിയാക്കാറുണ്ട്, നമ്മുടെ സമാധാനം ഇല്ലാതാക്കാറുണ്ട്, നമ്മളെ കടബാധിതരാക്കാറുണ്ട്. അപ്പോൾ അതൊക്കെയും ഒഴിവാക്കാനായിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. വീടെപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. വീട്ടിലെ ഓരോ സാധനത്തിനും ഓരോ സ്ഥാനമുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക. തെറ്റായ സ്ഥാനത്ത് തെറ്റായ വസ്തുക്കൾ വയ്ക്കുന്നത് പോലും നമ്മളെ വളരെയധികം ബാധിക്കാറുണ്ട്. ഒരു വീട്ടില് അലമാരയുടെ സ്ഥാനം മുതൽ നമ്മുടെ വീട്ടിൽ നമ്മൾ സൂക്ഷിക്കുന്ന ക്ലോക്ക് പോലും കൃത്യസ്ഥാനത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാറ്റം നമുക്ക് ഉണ്ടാകും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ കാര്യങ്ങളൊക്കെയും ഒരുപാട് ആളുകൾ വീട്ടിൽ വളരെ ശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട് അവരുടെ വീട്ടിൽ എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള വീടുകളിൽ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു പോസിറ്റീവ് ഫീൽ ആയിരിക്കും. അവിടെയുള്ള വസ്തുക്കൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് മുതൽ എല്ലാം വാസ്തുപരമായിട്ടുള്ള കൃത്യമായിട്ടുള്ള സ്ഥാനത്തായിരിക്കും. അപ്പോൾ അതൊക്കെയും നിങ്ങളും മനസ്സിലാക്കുക. നിങ്ങളുടെ വീട്ടിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരിക. വാസ്തുപരമായിട്ടുള്ള എല്ലാ റൂൾസും ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.